ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 5th സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടുള്ളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓണം എക്സാം റിലേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ്? ഇമാജിൻ യു ആർ പ്രിപ്പയറിംഗ് ഫോർ എ ട്രിപ്പ് ടു എ റൂറൽ വില്ലേജ്. അപ്പം നമ്മൾ പീലീസ് വില്ലേജിൽ പഠിച്ച പോലെ നിങ്ങളും ഒരു കുഞ്ഞ് ട്രിപ്പിന് പോകാമെന്ന് വിചാരിക്കുക, ഒരു ഗ്രാമത്തിലേക്ക്. വാട്ട് ഐറ്റംസ് വുഡ് യു പാക്ക് ഫോർ ദി ട്രിപ്പ് ആൻഡ് വൈ ആർ ദേ ഇമ്പോർട്ടൻറ്റ്? നിങ്ങളെ ട്രിപ്പിന് എന്തൊക്കെ സാധനങ്ങളാണ് പാക്ക് ചെയ്ത് കൊണ്ടുപോവുക, അത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നത്, അതാണ് ചോദ്യം. ഓക്കെ, ആൻസർ എന്തെഴുതാം? ഐ വുഡ് പാക്ക് കംഫർട്ടബിൾ ക്ലോത്ത്സ്, സ്റ്റഡി ഷൂസ്, എ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ആൻഡ് എ നോട്ട്ബുക്ക് ഫോർ ഒബ്സർവേഷൻസ്. ഞാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രങ്ങളും സ്റ്റഡി ഷൂസ് എന്ന് വെച്ചാൽ നല്ല ഗ്രിപ്പൊക്കെ ഉള്ള, നമ്മൾ വഴുതി വീണ് പോകാത്ത രീതിയിലുള്ള ഷൂസും, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന് വെച്ചാൽ അഥവാ വീണ് പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നാലോ കുറച്ച് ബാൻഡേഡും പിന്നെ മരുന്നുകളും ഒക്കെ കൂടെ കരുതും. ആൻഡ് എ നോട്ട്ബുക്ക് ഫോർ ഒബ്സർവേഷൻസ്, ഞാൻ കാണുന്ന കാഴ്ചകളൊക്കെ എനിക്ക് എഴുതി വയ്ക്കാൻ ഒരു കുഞ്ഞു നോട്ട്ബുക്കും. These are important for practical reasons like comfort, safety and the ability to document the experience. ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? കംഫർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. നിങ്ങൾ ടൈറ്റായിട്ട് ചൂടെടുക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അവിടെ എവിടെയും ടൈറ്റായി പിടിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ട് ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതുകൊണ്ട് ഒന്ന് കംഫർട്ടാണ്, പിന്നെ സേഫ്റ്റി അല്ലേ. അപ്പോൾ വീണ് പോയാലോ മരുന്നൊക്കെ ആവശ്യം വന്നാലോ നമുക്ക് ഗ്രാമത്തിലൊക്കെ പോയാൽ പെട്ടെന്ന് അതൊക്കെ കിട്ടണം എന്നില്ല. അപ്പം നമുക്ക് നമ്മളെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ കൂടെ കരുതണം. ആൻഡ് ദി എബിലിറ്റി ടു ഡോക്യുമെൻറ്റ് ദി എക്സ്പീരിയൻസ്. ഇപ്പോൾ പല ആൾക്കാരും ഫോണും ഇതൊക്കെ ചെയ്ത് വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതെന്താ അവർ ചെയ്യുന്നത്? അവരുടെ ആ ഒരു അനുഭവം പിന്നീട് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് വെക്കുന്നതല്ലേ. അതുപോലെ തന്നെ നമുക്ക് എഴുതിയും വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു നോട്ട്ബുക്കും കൂടെ കരുതാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഹൗ ഡു യു തിങ്ക് വില്ലേജ് ലൈഫ് ഡിഫേഴ്സ് ഫ്രം സിറ്റി ലൈഫ്? നിങ്ങൾ എങ്ങനെയാണ് ഗ്രാമത്തിലെ ജീവിതം സിറ്റിയിലെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്നെഴുതാനാണ് പറയുന്നത്. ആൻസർ എന്തെഴുതാം? വില്ലേജ് ലൈഫ് ഇസ് ഓഫൺ സ്ലോവർ പേസ്ഡ് എന്ന് വെച്ചാൽ വളരെ മെല്ലെയാണ് പോകുന്നത് അല്ലേ. വില്ലേജ് ലൈഫ് നമുക്ക് അത്ര തിക്കിത്തിരക്കിയതായിട്ടൊന്നും ഫീൽ ചെയ്യാറില്ല. വിത്ത് ക്ലോസർ കമ്മ്യൂണിറ്റി ടൈസ് ആൻഡ് മോർ ഇൻറ്ററാക്ഷൻ വിത്ത് നേച്ചർ. ക്ലോസർ കമ്മ്യൂണിറ്റീസ് ടൈസ് എന്ന് വെച്ചാൽ സമൂഹവുമായിട്ട് കുറച്ചുകൂടെ അടുത്ത ബന്ധമുണ്ട് അല്ലേ. നമുക്കിപ്പോൾ നമ്മുടെ നെയ്ബേഴ്സൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാവും. പക്ഷേ സിറ്റിയിലാകുമ്പോൾ തൊട്ടടുത്ത ഫ്ലാറ്റിൽ ആരാന്ന് പോലും ചിലപ്പോൾ അറിഞ്ഞു എന്ന് വരില്ല. മോർ ഇൻറ്ററാക്ഷൻ വിത്ത് നേച്ചർ എന്ന് വെച്ചാൽ പ്രകൃതിയോട് കുറച്ചുകൂടെ അടുത്തിട്ടാണ് ഗ്രാമത്തിലുള്ളവർ ജീവിക്കുന്നത്. കമ്പയർഡ് ടു ദ ഫാസ്റ്റ് പേസ്ഡ് ടെക്നോളജി ഡ്രിവൻ ലൈഫ് ഇൻ സിറ്റീസ്. നമ്മൾ സിറ്റി ലൈഫ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സിറ്റി ലൈഫ് ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആണല്ലേ. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്ന പോലെ തോന്നും. ടെക്നോളജി ഡ്രിവൺ ആണ്, എവിടെ പോയാലും ടെക്നോളജി കാണാൻ പറ്റും. ഗ്രാമത്തിൽ അത്രയും ടെക്നോളജി നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, ഇത് നമുക്ക് ഡിഫറൻസ് ആയിട്ട് എഴുതാം. അടുത്ത ആക്ടിവിറ്റിയാണ് റിഫ്ലക്റ്റ് ഓൺ യുവർ എക്സ്പീരിയൻസ് വിസിറ്റിംഗ് എ വില്ലേജ്. അപ്പോൾ നിങ്ങൾ ഒരു ഗ്രാമം വിസിറ്റ് ചെയ്ത അനുഭവത്തിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. ചോദ്യം എന്താണ്? വാട്ട് ആസ്പെക്ട്സ് ഓഫ് വില്ലേജ് ലൈഫ് ഡിഡ് യു ഫൈൻഡ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്? അപ്പോൾ ഒരു ഗ്രാമത്തിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം എന്താണെന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? ദ സിംപ്ലിസിറ്റി ഓഫ് ലൈഫ് അല്ലേ. അവിടുത്തെ ലൈഫ് ഭയങ്കര സിമ്പിളാണ്. സിമ്പിൾ ലൈഫ്, ദ കണക്ഷൻ ടു നേച്ചർ, പ്രകൃതിയോടുള്ള ആ ഒരു കണക്ഷൻ, ആ ഒരു ബന്ധം, ആൻഡ് ദ സ്ട്രോങ് സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി. നമ്മൾ നേരത്തെയും പറഞ്ഞു കമ്മ്യൂണിറ്റി ടൈ അല്ലേ, എല്ലാവരും തമ്മിലുള്ള ആ ഒരു നല്ല അടുപ്പം, സൗഹൃദം, ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട്സ് ഓഫ് വില്ലേജ് ലൈഫ്. ഓക്കെ, ഈ 3 കാര്യങ്ങൾ എഴുതാം. നാലാമത്തെ ചോദ്യം, ഹൗ ഡു ദ പീപ്പിൾ ഇൻ ദ വില്ലേജ് ലിവ് ആൻഡ് വർക്ക് ഡിഫറെൻ്റ്ലി ഫ്രം ദോസ് ഇൻ എ സിറ്റി? ഗ്രാമത്തിലെ ആൾക്കാർ ജീവിക്കുന്നതും ജോലി ചെയ്യുന്നതും എങ്ങനെയാണ് സിറ്റിയിലുള്ളവരുമായിട്ട് വ്യത്യസ്തമാവുന്നത്? ആൻസർ എന്താ? വില്ലേജേഴ്സ് ഓഫൻ എൻഗേജ് ഇൻ ഫാമിംഗ്, ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് അതർ മാനുവൽ ലേബർ. വില്ലേജേഴ്സ് പൊതുവേ ചെയ്യുന്ന കാര്യങ്ങളാണ് കൃഷി, പിന്നെ കൈകൊണ്ടുള്ള ജോലികൾ, ഹാൻഡിക്രാഫ്റ്റ് അല്ലെങ്കിൽ കൈപ്പണികൾ, ആൻഡ് അതർ മാനുവൽ ലേബർ, പിന്നെ കൂലിപ്പണിയൊക്കെ ചെയ്തിട്ടാണ് ഗ്രാമത്തിലുള്ളവർ ജീവിക്കുന്നത്. വൈൽ സിറ്റി ഡ്വെല്ലേഴ്സ് ആർ മോർ ലൈക്ലി ടു വർക്ക് ഇൻ ഓഫീസസ്, ഷോപ്സ് ആർ ഇൻഡസ്ട്രീസ്. പക്ഷേ സിറ്റിയിലുള്ളവർ കൂടുതലും വർക്ക് ചെയ്യുന്നത് ഓഫീസിലോ കടകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡസ്ട്രീസ്, ഫാക്ടറീസിലൊക്കെയാണ്. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി ഏർലി ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്. തിങ്ക് അബൌട്ട് ദ ഏർലി ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്. അപ്പോൾ നമ്മൾ ഏർലി ഹ്യൂമൻ സെറ്റിൽമെൻറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം. ചോദ്യം എന്താണ്? വാട്ട് വേർ സം റീസൺസ് ഏർലി ഹ്യൂമൻസ് ചോസ് സ്പെസിഫിക് ലൊക്കേഷൻസ് ഫോർ ദ സെറ്റിൽമെൻറ്റ്? എന്തുകൊണ്ടാണ് പണ്ടുള്ള ആൾക്കാർ ചില ഭാഗങ്ങൾ മാത്രം
സെറ്റിലായിട്ട് താമസിക്കാൻ ചൂസ് ചെയ്തത് എന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? ഏർലി ഹ്യൂമൻസ് ചൂസ് ലൊക്കേഷൻസ് നിയർ വാട്ടർ സോഴ്സസ്, ഫെർട്ടൈൽ ലാൻഡ് ആൻഡ് ഏരിയാസ് ദറ്റ് പ്രൊവൈഡഡ് പ്രൊട്ടക്ഷൻ ഫ്രം പ്രെഡേറ്റേഴ്സ് ആൻഡ് ഹാർഷ് വെതർ അല്ലേ. അപ്പോൾ ഏർലി ഹ്യൂമൻസ് വെള്ളത്തിനടുത്തും ഫെർട്ടൈൽ ലാൻഡിനടുത്തും നല്ല വളക്കൂറുള്ള മണ്ണിൻ്റെ അടുത്ത് ചെയ്ത് നമുക്ക് കൃഷി ചെയ്യാം. വെള്ളത്തിൻ്റെ അടുത്താണെങ്കിൽ വെള്ളം അത്യാവശ്യം കിട്ടും കുടിക്കാനും കൃഷി ചെയ്യാനും ഒക്കെ. ആൻഡ് ഏരിയാസ് ദറ്റ് പ്രൊവൈഡഡ് പ്രൊട്ടക്ഷൻ ഫ്രം പ്രിഡേറ്റേഴ്സ്, അവരെ ആരെങ്കിലും ഉപദ്രവിക്കുന്നതിൽ നിന്ന് സംരക്ഷണം കിട്ടുന്ന രീതിയിലുള്ള സ്ഥലം. പിന്നെ ഹാർഷ് വെതർ അല്ലേ, അഥവാ കാലാവസ്ഥയൊക്കെ മാറിക്കഴിഞ്ഞാൽ അവർ സുരക്ഷിതരായിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങളാണ് ആൾക്കാർ ചൂസ് ചെയ്തിരുന്നത്. അടുത്ത ചോദ്യം, ഹൗ ഡിഡ് ദി അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ഇൻഫ്ലുവൻസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദീസ് സെറ്റിൽമെൻറ്റ്സ്? അപ്പോൾ നമുക്ക് പല റിസോഴ്സസ് ലഭിച്ചതിന് ശേഷമാണ് ഈ സെറ്റിൽമെൻറ്റിലോട്ട് ആൾക്കാർ വന്നതല്ലേ. ദി അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ഫെർട്ടൈൽ സോയിൽ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് വുഡ് ആൻഡ് സ്റ്റോൺ ഇൻഫ്ലുവൻസ്ഡ് വെയർ സെറ്റിൽമെൻറ്റ്സ് വെർ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഹൗ ദി ഡെവലപ്ഡ്. അപ്പോൾ വെള്ളം, വളക്കൂറുള്ള മണ്ണ്, പിന്നെ മരം, പിന്നെ കല്ലുകൾ, ഇതൊക്കെ കിട്ടിയതിന് ശേഷമാണ് ആൾക്കാർ സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നത് അല്ലേ. അവർ അഗ്രികൾച്ചർ ചെയ്യാൻ തുടങ്ങി, വുഡ് യൂസ് ചെയ്യാൻ തുടങ്ങി, സ്റ്റോൺ യൂസ് ചെയ്ത് കുറേ ടൂൾസ് ഉണ്ടാക്കാൻ തുടങ്ങി. അടുത്ത ആക്ടിവിറ്റി എന്താണ്? ഡിസ്കസ് ദ ട്രാൻസിഷൻ ഫ്രം നൊമാഡിക് ലൈഫ് ടു സെറ്റിൽഡ് കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ഇങ്ങനെ നാടോടികളെ പോലെ അവിടെ ഇവിടെയും താമസിക്കുന്നതിന് പകരം അവർ സെറ്റിലായി താമസിക്കാൻ തുടങ്ങി ഏർലി ഹ്യൂമൻസ് അല്ലേ. അപ്പോൾ ആ ഒരു മാറ്റം, ട്രാൻസിഷൻ എന്ന് വെച്ചാൽ ആ ഒരു ചേഞ്ചിനെ കുറിച്ച് എഴുതാനാണ് പറയുന്നത്. The development of agriculture and the domestication of animals allowed humans to settle in one place, leading to the growth of villages and towns. അപ്പോൾ അഗ്രികൾച്ചർ വന്നതിന് ശേഷവും ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസിനെ വീട്ടിൽ പെറ്റായിട്ടൊക്കെ വളർത്താൻ തുടങ്ങിയതിനും ശേഷമാണ് ഹ്യൂമൻസ് ഒരു ഭാഗത്ത് തന്നെ താമസിക്കാൻ തുടങ്ങിയത്. അവർ വേറെ വേറെ സ്ഥലത്ത് പോയി താമസിക്കാതെ ഒരു സ്ഥലത്ത് തന്നെ വീടൊക്കെ വെച്ച് താമസിക്കാൻ തുടങ്ങിയത്. അതിന് ശേഷമാണ് ഇങ്ങനെ ആൾക്കാർ കൂട്ടത്തോടെ ഓരോ സ്ഥലത്ത് വന്ന് ജീവിച്ചപ്പോഴാണ് വില്ലേജും ടൗണൊക്കെ ഉണ്ടായത്. എട്ടാമത്തെ ചോദ്യം എന്താണ്? ഹൗ ഡിഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ചേഞ്ച് ദ സ്ട്രക്ചർ ഓഫ് ദീസ് ഏർലി കമ്മ്യൂണിറ്റീസ്? അപ്പോൾ അഗ്രികൾച്ചർ വന്നതിന് ശേഷം ഈ ഏർലി കമ്മ്യൂണിറ്റീസ്, ഇവരുടെ ഈ സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അഗ്രികൾച്ചർ പ്രൊവൈഡഡ് എ സ്റ്റേബിൾ ഫുഡ് സപ്ലൈ. അഗ്രികൾച്ചർ വന്നതോടെ അവർക്ക് ഫുഡ് തേടി അങ്ങോട്ടും ഇങ്ങോട്ടും അലയേണ്ട അവസ്ഥ പോയി കിട്ടി. അവർക്ക് ഫുഡ് എപ്പോഴും കിട്ടാൻ തുടങ്ങി. വിച്ച് സപ്പോർട്ടഡ് ലാർജർ പോപ്പുലേഷൻസ് ആൻഡ് ലെഡ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് കോംപ്ലെക്സ് സോഷ്യൽ സ്ട്രക്ചേഴ്സ്. അപ്പം ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും കൃഷി ചെയ്യണമെന്നില്ല. ഒരാൾ കൃഷി ചെയ്താൽ തന്നെ കുറേ ആൾക്കാർക്ക് ഭക്ഷിക്കാനുള്ളത്രയും ഭക്ഷണം കിട്ടുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? സ്റ്റേബിളായിട്ട് ഫുഡ് കിട്ടുന്നുണ്ട്. അപ്പം മറ്റ് പല കാര്യങ്ങളിലേക്കും ആൾക്കാർ ഇൻവോൾവ് ആവാൻ തുടങ്ങി. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി, ഹിസ്റ്റോറിക്കൽ ചേഞ്ചസ്. കൺസിഡർ ഹൗ ഏർലി ഹ്യൂമൻസ് ലിവ്. പണ്ടത്തെ ആൾക്കാർ എങ്ങനെയാണ് ജീവിച്ചത്, ആദിമ മനുഷ്യർ എങ്ങനെയാണ് ജീവിച്ചത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. എന്താണ് ചോദ്യം? വാട്ട് വെയർ സം ഏർലി മെത്തേഡ്സ് ഹ്യൂമൻ യൂസ് ടു ഒബ്റ്റെയിൻ ഫുഡ്? അന്ന് കാലത്ത് ഹ്യൂമൻസ് ഭക്ഷണത്തിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന കുറച്ച് മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഹ്യൂമൻസ് ഇനീഷ്യലി റിലൈഡ് ഓൺ ഗ്യാദറിങ് വൈൽഡ് ഫ്രൂട്ട്സ്, നട്ട്സ് ആൻഡ് ഹണ്ടിങ് ആനിമൽസ്. ആദ്യം അവർ കാട്ടിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളും ഇങ്ങനെ നട്ട്സും പിന്നെ ആനിമൽസിനെ വേട്ടയാടിയിട്ടൊക്കെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ആസ് ദേ ഡെവലപ്ഡ് ടൂൾസ് ആൻഡ് ഡിസ്കവേർഡ് ഫയർ, ദേ ബിഗാൻ കുക്കിംഗ് ഫുഡ് വിച്ച് ലെഡ് ടു സിഗ്നിഫിക്കൻറ്റ് ഷിഫ്റ്റ് ഇൻ ദെയർ ലൈഫ് സ്റ്റൈൽ. പിന്നെ അവരെന്താണ് കണ്ടുപിടിക്കുന്നത്? സ്റ്റോൺ ടൂൾസ് കണ്ടുപിടിച്ചു, പിന്നെ തീ കണ്ടുപിടിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം അവർ മുറിച്ചിട്ടും കുക്ക് ചെയ്യാനൊക്കെ തുടങ്ങി. അത് അവരുടെ ജീവിത രീതിയിൽ തന്നെ വലിയ മാറ്റം കൊണ്ടുവന്നു. പച്ചയായ മാംസം കഴിക്കുന്നതിന് പകരം അവർ കുക്ക് ചെയ്ത മാംസമൊക്കെ കഴിക്കാൻ തുടങ്ങി. അടുത്ത ചോദ്യം, ഹൗ ഡിഡ് ദ ഡിസ്കവറി ഓഫ് ഫയർ ആൻഡ് അതർ അഡ്വാൻസ്മെൻറ്റ്സ് ചേഞ്ച് ഹ്യൂമൻ ലൈഫ്? അപ്പോൾ തീയൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം വന്ന മാറ്റം എന്താണ്? ദ ഡിസ്കവറി ഓഫ് ഫയർ പ്രൊവൈഡഡ് വാംത്ത്, പ്രൊട്ടക്ഷൻ ആൻഡ് ദ എബിലിറ്റി ടു കുക്ക് ഫുഡ് വിച്ച് ഇംപ്രൂവ്ഡ് ഹെൽത്ത് ആൻഡ് സർവൈവൽ റേറ്റ്സ്. തീ വന്നതിന് ശേഷം തണുപ്പ് കാലത്തൊക്കെ ഇവർക്ക് തീ കൂട്ടി അതിന്ന് ചൂട് ലഭിക്കുക അല്ലേ. പിന്നെന്താ? പ്രൊട്ടക്ഷൻ. ഏതെങ്കിലും ആനിമലൊക്കെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ അതിനെ തീ കാണിച്ച് പീഡിപ്പിക്കാം. പിന്നെ ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റി. ഇതൊക്കെ കൊണ്ട് അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവാൻ തുടങ്ങി. അതായത് പച്ച മാംസം കഴിക്കുന്നതിനേക്കാളും ബെറ്ററാണ് കുക്ക് ചെയ്ത് കഴിക്കുന്നത് അല്ലേ. അങ്ങനെ അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവാൻ തുടങ്ങി. അവരുടെ ജീവിതമേ മാറി. പിന്നെ അവർക്ക് കുറേ കാലം ആയുസ്സും കൂടാൻ തുടങ്ങി. ഓക്കെ, തിങ്ക് അബൌട്ട് സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഇൻ ഹിസ്റ്ററി. വാട്ട് ക്യാൻ സോഷ്യൽ മൂവ്മെൻറ്റ്സ് ടെൽ us about the society at that time? അന്ന് കാലത്തുണ്ടായ സോഷ്യൽ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് ആലോചിക്കാം.
Movements such as fight for equality highlight the challenges faced by certain groups and the efforts to overcome these challenges. അപ്പോൾ പണ്ട് നമ്മൾ പഠിച്ചു ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ട്, അതായത് സമത്വത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു ഫൈറ്റ് ഉണ്ടാവുന്നതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവർ കുറേ ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നിട്ട് ഈ ചാലഞ്ചസ് ഓവർകം ചെയ്യാനും അവർ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്ന തന്നെ അവർ കുറേ പ്രശ്നങ്ങളും ചാലഞ്ചസ് ഒക്കെ നേരിടേണ്ടി വന്നതുകൊണ്ടാണ്. പിന്നെ അവരെടുത്ത എഫേർട്ട് ഇതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഹൗ ഹാവ് സച്ച് മൂവ്മെൻറ്റ്സ് കോൺട്രിബ്യൂട്ടഡ് ടു ചേഞ്ചസ് ഇൻ സൊസൈറ്റി? ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് എന്ത് മാറ്റമാണ് സമൂഹത്തിൽ കൊണ്ടുവന്നത്? ദീസ് മൂവ്മെൻറ്റ്സ് ഹാവ് ഓഫൻ ലെഡ് ടു സിഗ്നിഫിക്കൻറ്റ് സോഷ്യൽ ചേഞ്ചസ് സച്ച് ആസ് അബോളിഷൻ ഓഫ് അൺജസ്റ്റ് പ്രാക്ടീസസ് ആൻഡ് ദ പ്രൊമോഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ആൾക്കാർക്ക് കൂടുതൽ അധികാരം കിട്ടിത്തുടങ്ങി. പിന്നെ മോശമായ രീതിയിലുള്ള പ്രാക്ടീസസ്, എബോളിഷൻ എന്ന് വെച്ചാൽ ബാൻ ആവുക, ഇല്ലാതാവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പ്രാക്ടീസസൊക്കെ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇല്ലാതാവുകയും മനുഷ്യന്മാർക്ക് കുറച്ചുകൂടെ അധികാരം ലഭിക്കുകയും ചെയ്തു ഈ ഒരു മൂവ്മെൻറ്റ്സ് ഒക്കെ കാരണം. അടുത്ത ആക്ടിവിറ്റി, നാച്ചുറൽ റിസോഴ്സസ് ആർ വൈറ്റൽ ഫോർ അവർ സർവൈവൽ. ഓക്കെ, ഐഡൻറ്റിഫൈ 3 types ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് എക്സ്പ്ലെയിൻ ദെയർ ഇമ്പോർട്ടൻസ് ഇൻ ഡെയിലി ലൈഫ്. അപ്പോൾ കുറച്ച് നാച്ചുറൽ റിസോഴ്സസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എഴുതുക. വാട്ടർ ഒരു ഇമ്പോർട്ടൻറ്റ് നാച്ചുറൽ റിസോഴ്സസാണ്. നമുക്ക് ഡ്രിങ്കിങ്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആവശ്യങ്ങൾക്കൊക്കെ വെള്ളം ആവശ്യമാണ്. ഫോറസ്റ്റ് അല്ലേ, ഫോറസ്റ്റിൽ മരങ്ങളുണ്ട്, നമുക്ക് ഓക്സിജൻ കിട്ടുന്നുണ്ട്. ടിമ്പർ എന്ന് വെച്ചാൽ മരക്കഷ്ണങ്ങൾ. പിന്നെ ചുള്ളിക്കമ്പൊക്കെ നമുക്ക് കത്തിക്കാൻ ആവശ്യമുള്ള ഹാബിറ്റാറ്റ് ഫോർ വൈൽഡ് ലൈഫിന് ജീവിക്കാനുള്ളൊരു സ്ഥലം കൂടിയാണ് ഫോറസ്റ്റ്. മിനറൽസ് യൂസ്ഡ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് എനർജി പ്രൊഡക്ഷൻ. മിനറൽസ് മാനുഫാക്ചറിങ്ങിനും എനർജി പ്രൊഡക്ഷനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. What are some of the consequences of overusing these resources? റിസോഴ്സസ് ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, റിസോഴ്സ് ഡിപ്ലീഷൻ, റിസോഴ്സസ് ഇല്ലാതാവുക. എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ, നമ്മുടെ ചുറ്റുപാടും തന്നെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയാവും. പിന്നെ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, നമ്മുടെ ജീവജാലങ്ങളെയൊക്കെ ഇത് ബാധിക്കും. അടുത്തത്, വാട്ടർ ഈസ് എ ക്രൂഷ്യൽ റിസോഴ്സ്. വാട്ടർ വളരെ ആവശ്യമായിട്ടുള്ള റിസോഴ്സാണ്. ഡിസ്കസ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കൺസേർവ് വാട്ടർ ഇൻ അവർ ഡെയിലി ലൈഫ്സ്. എന്തുകൊണ്ടാണ് നമ്മൾ വാട്ടർ കൺസേർവ് ചെയ്യേണ്ടത്, സംരക്ഷിക്കേണ്ടത് എന്തുകൊണ്ടാണ്? വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ ഫോംസ് ഓഫ് ലൈഫ്. മനുഷ്യന്മാർക്ക് മാത്രമല്ല എല്ലാവർക്കും വാട്ടർ ആവശ്യമാണ്. ആൻഡ് കൺസേർവിങ് ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ഫ്യൂച്ചർ ജനറേഷൻസ് വിൽ ഹാവ് ആക്സസ് ടു ദിസ് ക്രിട്ടിക്കൽ റിസോഴ്സ്. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചുപയോഗിച്ചാൽ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസിനും വെള്ളം ആവശ്യത്തിന് ഉണ്ടാവും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. വാട്ട് സിമ്പിൾ ആക്ഷൻസ് ക്യാൻ ഹെൽപ്പ് ഇൻ വാട്ടർ കൺസർവേഷൻ? അപ്പോൾ എന്തൊക്കെ ആക്ഷൻസാണ് നമുക്ക് വെള്ളം കൺസേർവ് ചെയ്യാൻ പറ്റുക? നമ്മൾ സയൻസിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിക്സിങ് ലീക്സ്, യൂസിങ് വാട്ടർ സേവിങ് ഡിവൈസസ്, പ്രാക്ടീസിങ് മൈൻഡ്ഫുൾ വാട്ടർ യൂസേജ്. ഉപയോഗിക്കുമ്പം മര്യാദയ്ക്ക് ഉപയോഗിക്കുക, വെള്ളം കളയാതിരിക്കുക. നമ്മളിപ്പോൾ ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ വെള്ളം തുറന്നിട്ടിട്ട് ബ്രഷ് ചെയ്യാതെ, ബ്രഷ് ചെയ്യുമ്പോൾ അത് ടാപ്പ് ഓഫ് ചെയ്യുക, എന്നിട്ട് ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ മാർക്കറ്റ്സ് ആർ എസെൻഷ്യൽ ഇൻ ബോത്ത് റൂറൽ ആൻഡ് urban ഏരിയാസ്. ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് ലോക്കൽ മാർക്കറ്റ്സ് ഇൻ എ കമ്മ്യൂണിറ്റി. അപ്പോൾ ലോക്കൽ മാർക്കറ്റ്സിൻ്റെ ഉപയോഗം ഒരു സമൂഹത്തിൽ എന്താണ്? ലോക്കൽ മാർക്കറ്റ്സ് സെർവ് ആസ് എ ഹബ് ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ്, പ്രൊവൈഡിങ് ഇൻകം ഫോർ വെൻഡേഴ്സ് ആൻഡ് ആക്സസ് ടു ഫ്രഷ് ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഐറ്റം ഫോർ ബയേഴ്സ്. ലോക്കൽ മാർക്കറ്റിനെ കൊണ്ട് നമുക്ക് വാങ്ങിക്കാനും വിൽക്കാനും സാധിക്കും സാധനങ്ങൾ. പിന്നെ ഈ കടക്കാർക്ക് അല്ലെങ്കിൽ ഈ വിൽക്കുന്നവർക്ക്, ഈ വ്യാപാരികൾക്കൊക്കെ എന്താണ്? ഒരു ഇൻകമാണ്, അവർക്ക് പൈസ കിട്ടുന്നത് അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഫ്രഷായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഫ്രൂട്ട്സും വെജിറ്റബിൾസും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ പറ്റും. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഇൻ ദീസ് മാർക്കറ്റ്സ്? ഈ ഒരു മാർക്കറ്റിൽ നിന്ന് ഗുഡ്സ്, അതായത് സാധനങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെയും വിൽക്കുന്നതിൻ്റെയും ഗുണങ്ങൾ എന്തൊക്കെയാണ്? ദേ സപ്പോർട്ട് ദ ലോക്കൽ എക്കോണമി അല്ലേ, നമ്മുടെ നാട്ടിന് നല്ലതാണ്, നമ്മുടെ നാട്ടുകാരുടെ ഇടയിൽ തന്നെ ആ ഒരു പൈസ കിട്ടും. പിന്നെ റെഡ്യൂസ് ദ നീഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട്, ദൂരെ പോയിട്ട് സാധനം വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് പ്രൊമോട്ട് സോഷ്യൽ ഇൻറ്ററാക്ഷൻസ്, നാട്ടിലെ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഗ്രാമവാസികൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെയുള്ളൊരു ഇടം കൂടിയായി മാറും അത്. ഓക്കെ, ട്രേഡ് ഹാസ് എവോൾവ്ഡ് ഓവർ ടൈം. അപ്പോൾ ട്രേഡ് സമയത്തിൻ്റെ കൂടെ തന്നെ മാറിയിരിക്കുകയാണ്. എക്സ്പ്ലെയിൻ ഹൗ ദ ബാർട്ടർ സിസ്റ്റം വർക്ക്ഡ് ഇൻ ആൻഷ്യൻ ടൈം. പണ്ട് കാലത്തുണ്ടായ ബാർട്ടർ സിസ്റ്റമിനെ കുറിച്ച് എഴുതാനാണ് പറയുന്നത്.
ഇൻ ആൻഷ്യൻ ടൈംസ് പീപ്പിൾ എക്സ്ചേഞ്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് ഡയറക്ട്ലി വിതൗട്ട് യൂസിങ് മണി. പണ്ട് കാലത്ത് ആൾക്കാർ സാധനങ്ങൾ വാങ്ങിയതും വിൽക്കിയതും അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് നിന്ന് സഹായം വാങ്ങിയതും ഒക്കെ പൈസ ഇല്ലാതെയായിരുന്നു. അവരെന്താണ്, ഫോർ എക്സാമ്പിൾ എ ഫാമർ മൈ ട്രേഡ് ഗ്രെയിൻ ഫോർ ടൂൾസ് മെയ്ഡ് ബൈ എ ബ്ലാക്ക് സ്മിത്ത്. ഒരു ഫാർമർ, ഒരു കർഷകൻ തൻ്റെ കയ്യിലുള്ള ഗ്രെയിൻ, ധാന്യങ്ങൾ കൊടുത്തിട്ട് ഒരു ബ്ലാക്ക് സ്മിത്ത് ഉണ്ടാക്കുന്ന ടൂള് വാങ്ങിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലൊരു സാധനം കൊടുത്ത് മറ്റൊരാളുടെ സാധനം വാങ്ങിക്കുക പൈസയ്ക്ക് പകരം. അതാണ് ബാർട്ടർ സിസ്റ്റം. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ബാർട്ടറിങ് കമ്പയർഡ് ടു യൂസിങ് മണി? അപ്പോൾ ബാർട്ടർ സിസ്റ്റത്തിൻ്റെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും എന്താണ് പൈസ വെച്ച് നോക്കുമ്പോൾ? ബാർട്ടറിങ് അലൗസ് ഫോർ ഡയറക്റ്റ് എക്സ്ചേഞ്ച് വിതൗട്ട് മണി ബട്ട് ഇറ്റ് ക്യാൻ ബി ഇൻഎഫിഷ്യൻറ്റ് ഇഫ് ദ നീഡ്സ് ഓഫ് പാർട്ടീസ് ഇൻവോൾവ് ഡു നോട്ട് മാച്ച്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ അരിയുണ്ട്, നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു 2 തെങ്ങിൻ്റെ തൈയാണെന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് തെങ്ങിൻ്റെ തൈ ആവശ്യമില്ല, പക്ഷെ നിങ്ങൾക്ക് അരി ആവശ്യമാണ്. അപ്പോൾ നമുക്കത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഒരാൾക്ക് മാത്രമേ ഗുണം ഉണ്ടാവൂ അല്ലേ. എനിക്കിപ്പോൾ തെങ്ങിൻ്റെ തൈ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ എനിക്കത് തന്നു കഴിഞ്ഞാൽ എനിക്ക് അതിനെക്കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എന്താ, നമ്മൾ പൈസ യൂസ് ചെയ്യുമ്പോൾ പൈസ എല്ലാവർക്കും ആവശ്യമാണ്. ഇപ്പം നിങ്ങളെനിക്ക് പൈസ തന്നു കഴിഞ്ഞാൽ എനിക്ക് ആ പൈസ വെച്ച് എനിക്ക് ഇഷ്ടമുള്ള ആവശ്യമുള്ള വേറൊരു സാധനം വാങ്ങിക്കാം. അവിടെ ഒരു നഷ്ടം വരുന്നില്ല. അതാണ് ഗുണവും ദോഷവും. Food is a fundamental part of human history. Okay. How did early humans transition from hunting and gathering to farming? പണ്ടത്തെ ആൾക്കാർ ഈ വേട്ടയാടലിൽ നിന്നും ഭക്ഷണം കൂട്ടി വെക്കലിൽ നിന്നും മാറി ഫാമിങ്ങിലോട്ട് വന്നത് എങ്ങനെയാണ്? Early humans began to domesticate plants and animals, leading to the development of agriculture. This allowed them to settle in one place and form communities. ആൾക്കാർ പ്ലാന്റ്സ് ഒക്കെ നടാൻ തുടങ്ങി. പിന്നെന്താ, ആനിമൽസിനെ വീട്ടിൽ വളർത്താൻ തുടങ്ങി. പിന്നെ ഇതൊക്കെ കൊണ്ട് എന്ത് സംഭവിച്ചു? അഗ്രികൾച്ചർ എന്നൊരു കോൺസെപ്റ്റ് വന്നില്ലേ. അപ്പോൾ അഗ്രികൾച്ചർ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആൾക്കാർ സെറ്റിലായി ഒരു സ്ഥലത്ത് ജീവിക്കാനും തുടങ്ങി. ഓക്കെ, വാട്ട് വെയർ സം ഓഫ് ദ ഫസ്റ്റ് ക്രോപ്സ് കൾട്ടിവേറ്റഡ് ബൈ ഹ്യൂമൻസ്? അപ്പോൾ ആൾക്കാർ ആദ്യമായിട്ട് നട്ടുണ്ടാക്കിയ കുറച്ച് ആദ്യത്തെ ക്രോപ്സ് ഏതൊക്കെയാണ്? ഏർലി ക്രോപ്സ് ഇൻക്ലൂഡഡ് ഗ്രെയിൻസ് ലൈക്ക് വീറ്റ് ആൻഡ് ബാർലി വിച്ച് വെർ ഈസി ടു സ്റ്റോർ ആൻഡ് പ്രൊവൈഡഡ് എ സ്റ്റേബിൾ ഫുഡ് സോഴ്സ്. വീറ്റ് ആൻഡ് ബാർലി. സോഷ്യൽ ഇഷ്യൂസ് റിലേറ്റഡ് ടു ഫുഡ് ഹാവ് എക്സിസ്റ്റഡ് ത്രൂ ഔട്ട് ഹിസ്റ്ററി. അപ്പം ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടിട്ട് സമൂഹത്തിൽ പല പല പ്രശ്നങ്ങളും പണ്ട് തൊട്ടേ ഉണ്ട്. ഹൗ ഹാവ് പീപ്പിൾ ഹിസ്റ്റോറിക്കലി അഡ്രസ്ഡ് ഇഷ്യൂസ് ഓഫ് ഫുഡ് ഇനീക്വാലിറ്റി? അപ്പം ഇങ്ങനെ ഭക്ഷണമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇനീക്വാലിറ്റീനെ എങ്ങനെയാണ് ആൾക്കാർ നോക്കിക്കണ്ടിരുന്നത്? Throughout history, various social movements have fought for equal access to food, challenging systems that deprived certain groups of adequate nutrition. അപ്പോൾ പണ്ട് പല രീതിയിലുള്ള സോഷ്യൽ മൂവ്മെൻറ്റ്സും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ട്. വാട്ട് ക്യാൻ വി ഡു ടുഡേ ടു എൻഷുർ ദാറ്റ് എവ്രി വൺ ഹാസ് ആക്സസ് ടു സഫീഷ്യൻറ്റ് ഫുഡ്? ഇന്നത്തെ കാലത്ത് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എല്ലാവർക്കും സഫീഷ്യൻ്റ് ആയിട്ട് ഫുഡ് ലഭിക്കാൻ വേണ്ടിയിട്ട്? വി ക്യാൻ അഡ്രസ് ഫുഡ് ഇനീക്വാലിറ്റി ബൈ സപ്പോർട്ടിംഗ് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രോഗ്രാംസ്, റെഡ്യൂസിങ് ഫുഡ് വേസ്റ്റ് ആൻഡ് പ്രൊമോട്ടിംഗ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. നമുക്ക് എങ്ങനെ ചെയ്യാം? ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രോഗ്രാംസിനെ സപ്പോർട്ട് ചെയ്യാം, ഫുഡ് വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാം, പിന്നെ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ പ്രൊമോട്ട് ചെയ്യാം. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, അടുത്തത് എംപ്ലോയ്മെൻറ്റ് പ്ലേസ് എ കീ റോൾ ഇൻ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിൽ വളരെ വലിയൊരു പാർട്ട് പ്ലേ ചെയ്യുന്ന ഒരു സാധനമാണ് എംപ്ലോയ്മെൻറ്റ് അഥവാ ജോലി സാധ്യത. ജോലി അങ്ങനെ തന്നെ നമുക്ക് പറയാം. ലിസ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ദി കോൺട്രിബ്യൂട്ട് ദി എക്കോണമി. പല രീതിയിലുള്ള ജോലികൾ എഴുതുക, അത് എന്ത് രീതിയിലാണ് നമ്മുടെ എക്കോണമിയിലോട്ട്, സമൂഹത്തിലോട്ട്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് എഴുതാം. ഒന്ന് അഗ്രികൾച്ചർ, ഫാമിംഗ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി പ്രൊവൈഡ് ഫുഡ് ആൻഡ് റോ മെറ്റീരിയൽസ്. ഇപ്പോൾ ഫാമിങ്ങിലൂടെയും ആനിമൽ ഹസ്ബൻഡറി ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭക്ഷണവും റോ മെറ്റീരിയൽസൊക്കെ കിട്ടും. ഇൻഡസ്ട്രിയിൽ മാനുഫാക്ചറിങ് ഗുഡ്സ് ഫോർ ഡൊമസ്റ്റിക് യൂസ് ആൻഡ് എക്സ്പോർട്ട് അല്ലേ. ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു ക്ലോത്ത് ഇൻഡസ്ട്രിയിൽ എന്താ ഉണ്ടാവുന്നത്? കുപ്പായങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ സർവീസസിൽ പെടുന്ന കാര്യങ്ങളാണ് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, റീറ്റെയിൽ. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്ന് നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ള സർവീസസാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ്സ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ ആൻഡ് ദോസ് ഇൻ അതർ സെക്ടേഴ്സ്? കൃഷി സംബന്ധമായ ജോലിയും മറ്റു ജോലികളും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? അഗ്രികൾച്ചറൽ ജോബ്സ് ഇൻവോൾവ് വർക്കിംഗ് ഡയറക്ട്ലി വിത്ത് നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് ക്രോപ്സ് ആൻഡ് ലൈഫ് സ്റ്റോക്ക്, വൈൽ നോൺ അഗ്രികൾച്ചറൽ ജോബ്സ് ഇൻക്ലൂഡ് മാനുഫാക്ചറിങ്, സർവീസസ് ആൻഡ് ടെക്നോളജി. അഗ്രികൾച്ചറൽ ജോബിൽ നമ്മൾ നേരിട്ട് നാച്ചുറൽ റിസോഴ്സസ്, അതായത് വിത്തും മണ്ണും ഒക്കെ കൂടെ നമ്മൾ അവരുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. നമ്മൾക്ക് ധാന്യങ്ങളുണ്ട്, നമ്മൾ ചെടികളുമായിട്ടും ആനിമൽസുമായിട്ടൊക്കെയാണ് നമ്മൾ
കൂടുതൽ അടുത്ത് പെരുമാറുന്നത്. പക്ഷേ നോൺ അഗ്രികൾച്ചറൽ ജോബ് ആകുമ്പോൾ നമ്മൾ കൂടുതൽ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ മെഷീൻസും സർവീസസും ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യുന്നില്ല. മെഷീൻസ് ടെക്നോളജിയൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അടുത്തത്, സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദി എക്കോണമി. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്? എന്താണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഗുണം? സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ്സ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. മറ്റൊരാളിൽ നമ്മൾ ആശ്രയിക്കേണ്ടി വരില്ല സെൽഫ് എംപ്ലോയിഡ് ആകുമ്പോൾ. അലൗസ് ഇൻഡിവിജ്വൽ ടു പെർസ്യൂ ദ പാഷൻസ്. ഇഷ്ടമുള്ള ജോലി ചെയ്യാം. ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ടു ലോക്കൽ എക്കോണമി ബൈ ക്രിയേറ്റിംഗ് ജോബ്സ്. മറ്റുള്ളവർക്ക് കൂടെ ഒരു ജോലി സാധ്യത ഉണ്ടാക്കി കൊടുക്കുകയാണ്. Can you provide examples of successful self-employment ventures? സക്സസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞു ബിസിനസ് ഏതൊക്കെയാണ്? നമുക്ക് പറയാം, സ്മോൾ ബിസിനസ്സസ് ലൈക്ക് ടൈലറിംഗ് ഷോപ്സ്, ഫുഡ് സ്റ്റോൾസ് ഓർ ഓൺലൈൻ സർവീസസ് സ്റ്റാർട്ടഡ് ബൈ ഇൻഡിവിജ്വൽസ്. ഇപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒരു കുഞ്ഞ് ടൈലറിംഗ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അവിടെ നല്ല ബിസിനസ് കൂടി കുറേ കൂടെ ടൈലേഴ്സിനെ കൊണ്ടുവന്ന് അവർക്കും ജോലി കൊടുത്ത് പിന്നെ ടൈലറിങ് കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ അതൊരു വലിയ ബിസിനസ്സായി മാറും അല്ലേ. അപ്പോൾ അതൊരു സക്സസ്ഫുൾ ബിസിനസ്സായി മാറും. ഓക്കെ, അടുത്തത്, ക്ലോതിങ് ഹാസ് എവോൾവ്ഡ് ഓവർ ടൈം. അപ്പോൾ നമ്മുടെ വസ്ത്രധാരണം കാലങ്ങൾ മാറുമ്പോൾ അതുപോലെ മാറുന്നുണ്ട്. വാട്ട് മെറ്റീരിയൽസ് ഡിഡ് ആൻഷ്യന്റ് പീപ്പിൾ യൂസ് ഫോർ ക്ലോതിങ്? പഴയ ആൾക്കാർ എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ക്ലോത്ത്സ് ഉണ്ടാക്കിയിരുന്നത്? ഏർലി ക്ലോതിങ് വാസ് മെയ്ഡ് ഫ്രം നാച്ചുറൽ മെറ്റീരിയൽസ് ലൈക്ക് ആനിമൽ സ്കിൻ, ട്രീ ബാർക്ക് ആൻഡ് ലീവ്സ് അല്ലേ. ആസ് സൊസൈറ്റീസ് ഡെവലപ്ഡ് ദേ ബിഗാൻ വീവിങ് ഫാബ്രിക്സ് ഫ്രം കോട്ടൺ, വൂൾ ആൻഡ് ഫ്ലാക്സ്. അപ്പോൾ സൊസൈറ്റി ഡെവലപ്പ് ആവും തോറും നമ്മൾ വീവിങ്ങിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. കോട്ടൺ, വൂൾ എന്ന മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ക്ലോത്ത്സ് ഉണ്ടാക്കുന്നത്. ഹൗ ഡിഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് വീവിങ് ആൻഡ് ഡൈയിങ് ടെക്നിക്സ് ചേഞ്ച് ദ വേ പീപ്പിൾ ഡ്രസ്ഡ്? അപ്പോൾ വീവിങ്ങും ഡൈയിങ് ഒക്കെ വന്നതിന് ശേഷം ആൾക്കാരുടെ വസ്ത്രധാരണത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദീസ് ടെക്നിക്സ് അലൗഡ് ഫോർ ദ ക്രിയേഷൻ ഓഫ് മോർ ഡ്യൂറബിൾ ആൻഡ് കളർഫുൾ ക്ലോത്തിങ് റിഫ്ലക്റ്റിംഗ് സോഷ്യൽ സ്റ്റേറ്റസ് ആൻഡ് കൾച്ചറൽ ഐഡൻറ്റിറ്റി. അപ്പോൾ ആൾക്കാരെന്താ കുറേ കാലം നീണ്ടു നിൽക്കുന്ന മോർ ഡ്യൂറബിൾ പിന്നെ കളർഫുൾ ആയിട്ടുള്ള ക്ലോത്തിങ് ഇടാൻ തുടങ്ങി. പിന്നെ ആൾക്കാർ അവരുടെ സോഷ്യൽ സ്റ്റേറ്റസിനനുസരിച്ചും തൻ്റെ കൾച്ചറിന് പറ്റിയ രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കാൻ തുടങ്ങി. അടുത്തത്, ക്ലോതിങ് ഹാസ് പ്ലേഡ് എ റോൾ ഇൻ സോഷ്യൽ മൂവ്മെൻറ്റ്സ്. ഹൗ ഹാസ് ക്ലോതിങ് ബീൻ യൂസ്ഡ് ആസ് എ സിമ്പിൾ ഇൻ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ്? അപ്പോൾ ഈ ക്ലോതിങ് എങ്ങനെയാണ് ഒരു സിമ്പിളായി മാറുന്നത് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൽ? ക്ലോതിങ് ഹാസ് ബീൻ യൂസ്ഡ് ആസ് എ സിമ്പിൾ ഇൻ മൂവ്മെൻറ്റ്സ് ലൈക്ക് ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ അല്ലേ. ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളിൽ ക്ലോതിങ്ങിൻ്റെ എന്താണ്? ഖാദി എന്താണ്? ഖാദി ബിക്കെയിം എ സിമ്പിൾ ഓഫ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷുകാരുണ്ടാക്കുന്നതെല്ലാം കളഞ്ഞിട്ട് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഖാദി ഭയങ്കര പോപ്പുലറായി മാറിയിട്ടുണ്ടായിരുന്നു. വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻറ്റ് ഓഫ് ട്രഡീഷണൽ ക്ലോതിങ്? എന്തുകൊണ്ടാണ് നമ്മൾ വസ്ത്രത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കേണ്ടത്? അണ്ടർസ്റ്റാൻഡിങ് ട്രഡീഷണൽ ക്ലോതിങ് ഹെൽപ്സ് us appreciate the cultural and political context in which these garments were worn. അപ്പോൾ നമുക്ക് കൾച്ചർ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പൊളിറ്റിക്കലി ഏത് കോണ്ടെക്സ്റ്റിലാണ് ഏത് സന്ദർഭത്തിലാണ് ഈ ഗാർമെൻറ്റ്സ് ഒക്കെ ഇട്ടത്. നമ്മൾ ബ്രിട്ടീഷുകാരുടെ സാധനങ്ങൾ ഉപയോഗിക്കാതെ ഇന്ത്യയിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ ഉപയോഗിക്കൂ എന്നൊരു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. പിന്നെന്താ, ഹൗ ദേ കണ്ടിന്യൂ ടു ഇൻഫ്ലുവൻസ് ഫാഷൻ ടുഡേ. പിന്നെ ഇന്നത്തെ ഫാഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പണ്ടത്തെ ആ ഒരു ട്രഡീഷണൽ ക്ലോതിങ് ഇപ്പോൾ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവരും 1-2 തവണ കാണുക. ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക, ആൻസേഴ്സ് എങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക, നല്ലപോലെ പഠിക്കുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.